ഡെങ്കു വന്നു മാറിയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അത്. ഡിസംബർ 4-ാം തീയതി എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ അത്. എൻ്റെ ജോലിത്തിരക്കും മറ്റു കാര്യങ്ങളും കൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സമയം കിട്ടിയില്ല. നവംബർ 21-ാം തീയതി ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് എനിക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. തീരെ മാറാതായപ്പോൾ 23-ാം തീയതി ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയി. ബ്ലഡ് ചെക്ക് ചെയ്ത് റിസൾട്ട് വന്നപ്പോഴാണ് മനസ്സിലായത് ഡെങ്കിപ്പനിയാണെന്നുള്ളത്. പനി വന്ന് കുറച്ച് നാൾ ബെഡിൽ തന്നെയായിരുന്നു കേട്ടോ. എഴുന്നേറ്റിട്ടില്ല തീരെ. എഴുന്നേക്കാൻ പോയിട്ട് എനിക്കിന്ന് നേരെ ശ്വാസം വിടാൻ പോലും പറ്റിയിട്ടില്ല. ഹാർട്ട് ബീറ്റ് നല്ല കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ ഉണ്ണികളുള്ളതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു പോകാനായിട്ട്. പക്ഷെ ഉമ്മയും ഇത്തത്തെയും വരാനായിട്ട് നിർബന്ധിച്ചുകൊണ്ട് പോയതാണ്. അതുമാത്രമല്ല എനിക്ക് ഒറ്റയ്ക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. നേരെ ചൊവ്വേ എഴുന്നേറ്റ് നിൽക്കാൻ പോലും എനിക്ക് പറ്റില്ലായിരുന്നു. ആ ടൈമിലൊക്കെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും തീരെ ആക്റ്റീവ് അല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഡിസംബർ 3-ാം തീയതിയാണ് ഞാൻ തിരിച്ച് കൊച്ചിയിൽ വരുന്നത്. ശ്വാസം മുട്ടുണ്ട്, പനിയൊക്കെ ഏകദേശം മാറിയിട്ടുണ്ടായിരുന്നു. ഇത് മുഴുവൻ ഡിസംബർ 4-ാം തീയതിത്തെ എൻ്റെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. നഖം വെട്ടി, ഉള്ള നഖം ഒന്ന് ഷേപ്പ് ചെയ്തു. ഇനി മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പനിയൊക്കെ പിടിച്ച് മുഖം നല്ല കാടൻ ലുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കാന്ന് വെച്ചിട്ട് റേസർ വാങ്ങി. ഫേസ് ഒന്ന് ക്ലീൻ ആയി കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായിട്ടോ. വേറെ ഒന്നുമല്ല, പനി വന്നതിന് ശേഷം എൻ്റെ ഫേസൊക്കെ ആകെ പോയിരിക്കുകയായിരുന്നു. കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ റിഫ്രഷ് ചെയ്തത് കുളിച്ചപ്പോഴാണ്. കുറേ നേരം ഞാൻ ഷവറിൻ്റെ താഴെ നിന്നു. പനി വന്നതിന് ശേഷം കുളിച്ചതാകെ 2-3 തവണയാണ്, അതും മേല് മാത്രം. പനി വന്ന് കുറച്ച് നാൾ ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ. പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വായൊക്കെ അങ്ങനെയായിരുന്നു. അതിന് ശേഷമാണ് കഞ്ഞിയൊക്കെ കുടിക്കാൻ തുടങ്ങിയത്. പിന്നെ ഫ്രൂട്ട്സും, അതും എല്ലാ ഫ്രൂട്ട്സൊന്നും പറ്റിയിരുന്നില്ല. പനി വന്ന് മാറിയിട്ടും കഞ്ഞി തന്നെ കുടിക്കാനാണ് ഒരു സുഖം. അതുകൊണ്ട് തന്നെ ഞാൻ കഞ്ഞി ഉണ്ടാക്കി. പിന്നെ ഉള്ളത് ഉമ്മയുടെ ലൂബിക്കച്ചാറാണ്. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഉമ്മ ലൂബിക്കച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നന്നായിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മാടെയും കുഞ്ഞുമാടെയും അച്ചാറിനും മീൻകറിക്കും എൻ്റെ ഫാമിലിയുടെ ഇടയിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഭയങ്കര ഫാൻസാണ് കേട്ടോ. ഞാൻ കഞ്ഞി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് ചോറും കൂടുതൽ വെള്ളമായിരിക്കും. കാരണം എനിക്ക് കഞ്ഞിവെള്ളം കുടിക്കാനായിട്ട് പനി വന്നതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ്, നല്ല സുഖമാണ്. അത് കഴിഞ്ഞ് കുറേ ദിവസത്തിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു, റെഡിയായി. ഒരുപാട് സന്തോഷം തോന്നി. കാരണം എനിക്ക് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അപ്പം ശ്വാസം മുട്ടൊക്കെ വന്നിരുന്നു. ശരിക്കും മരണം അടുത്ത് കാണാമെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരുന്നു കടന്നു പോയിരുന്നത്. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നത് ഞാൻ പടച്ചവനാണ്, ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം അത്രയും മോശമായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു. ശ്വാസം മുട്ട് വരുമെന്നുള്ള പേടിയുണ്ട്, എന്നാലും ഞാനൊരു റിസ്ക് എടുക്കാൻ തന്നെ വിചാരിച്ചു. കാരണം ഇന്ന് ഫുള്ള് ഓണായിരുന്നു, ഫുള്ള് ആക്റ്റീവായിരുന്നു. അപ്പോൾ ഞാൻ കരുതി വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. സംഭവം വർക്കൗട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്വാസം മുട്ടൊക്കെ വന്നായിരുന്നു. പക്ഷെ ഞാൻ റെസ്റ്റ് എടുത്തത് സെറ്റാക്കി. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രീതി വിളിച്ചത് സൈക്കിൾ ചവിട്ടാൻ പോവാന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി മൈ ബൈക്ക് എടുത്തിട്ട് അവൻ്റെ കൂടെ സൈക്കിൾ ചവിട്ടാൻ പോയി. കുറേ നാൾ പനി പിടിച്ച് ഇങ്ങനെ ഒതുങ്ങിയിരുന്നതിൻ്റെ ആയിരിക്കാം ഭയങ്കര ആവേശമൊക്കെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ്. പക്ഷേ ഞാൻ വിചാരിച്ചത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സൈക്കിൾ ഓട്ടിയിട്ട് അങ്ങനെ ശ്വാസം മുട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. ഞാൻ നന്നായിട്ട് ഓണായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് ഓണാവാൻ ശ്രമിക്കുകയായിരുന്നു. കുറേ ദിവസത്തിന് ശേഷം ആക്റ്റീവ് ആയതിൻ്റെ ഒരുപാട് സന്തോഷത്തോടുകൂടി വണക്കം.